Hi, hello everyone. Welcome back to my channel, Flavors and Things by Tanu. യെസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് പട്ടാമ്പിയിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് ഒരു OPH കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. അവിടെയാണ് നിൽക്കുന്നത്. സത്യത്തിൽ ഇന്ന് എനിക്കിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഇവിടുത്തെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് വ്ളോഗ് പോലെ ആക്കിയാലോ എന്നൊക്കെ തോന്നി. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഇന്നിവിടെ. നമ്മുടെ കരയി ചേച്ചി, സുരാജേട്ടൻ, അങ്ങനെ അതുപോലെ ഒരുപാട് മിനി സ്ക്രീനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും പിന്നെ ഞങ്ങളുടെ ഡാൻസ് കമ്പനിയും എൻ്റെ പെർഫോമൻസും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോകാം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. വാ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇന്ന് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ പ്രോഗ്രാം എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല എന്താ പറയുക, വലിയ സ്റ്റേജൊക്കെയാണ്. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഇന്ന് ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇത്രയും വലിയൊരു സ്റ്റേജ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പെർഫോം ചെയ്യാമെന്ന് പറയുന്ന ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം, ഞങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഇനി എന്താ പറയുക, നമുക്ക് ഷോ തുടങ്ങാനായിട്ട് ഓൾമോസ്റ്റ് 7:30 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 7 മണിയായി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഡ്രസ്സ് ചെയ്യണം, റെഡി ആകണം. എനിക്ക് സ്റ്റേജിൽ കയറണം, കാരണം ഫസ്റ്റ് പെർഫോമൻസ് ഞങ്ങളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാണ്. പിന്നെ ബാക്ക് സ്റ്റേജിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. വാ. അപ്പം ഞാൻ ഇപ്പോൾ ബാക്ക് സ്റ്റേജിലാണുള്ളത്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത് സമയം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. കാരണം അന്നേരം ഞാൻ മേക്കപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോസ്റ്റ്യൂമും ഹെയറും എല്ലാം ചെയ്ത് ഫസ്റ്റ് പെർഫോമൻസിന് വെയിറ്റ് ചെയ്തിട്ട് ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്നതാണ്. ഞങ്ങൾക്ക് കാന്താരി ആദ്യത്തെ പെർഫോമൻസ് ഓപ്പണിംഗ് ഡാൻസ് ആണ്, കാന്താരയാണ്. പിന്നെ ഇവിടെ സരി ചേച്ചി ഉണ്ട്, നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അവരായിട്ടുള്ള ഫൈനൽ പ്രാക്ടീസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്കത് കാണാം എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കാം. സോ ഗായ്സ്, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചും നമ്മുടെ പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ സാരിയ ചേച്ചിയുടെ അടുത്ത് പോയത്. പക്ഷേ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ചേച്ചിയെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി ഗായ്സ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ചേച്ചി നല്ല ടെൻഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഞങ്ങളോട് വർക്ക് ചെയ്യാനും പിന്നെ ഞാൻ പ്രാക്ടീസ് സെക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള എക്സ്പീരിയൻസൊക്കെ വണ്ടർഫുള്ളായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. ഒരു നടി എന്നതിലുപരി ചേച്ചി നല്ലൊരു കലാകാരിയും കൂടിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല ഡാൻസറാണ് ചേച്ചി. വളരെ നല്ല രീതിയിൽ തന്നെ ചേച്ചി ഞങ്ങളായിട്ട് കോർപ്പറേറ്റും ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റിനില്ലാത്ത ഒരു ജാടയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചേച്ചിക്ക് ഞങ്ങളോട് വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചേച്ചി ഞങ്ങളോട് ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞു. ഞങ്ങൾ നേരെ ഞങ്ങൾ പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ എല്ലാ ക്രൂ മെമ്പേഴ്സും കൂടെയിട്ടുള്ള ഒരു പ്രെയറാണ്.
അപ്പോൾ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പ്രോഗ്രാം നമുക്ക് ഡെയിലി ഷോസ് ഉള്ളതുകൊണ്ട് നാളെ വർക്ക് ഉണ്ട്, ഓക്കെ, നമ്മൾ അതായിട്ട് വരും. പക്ഷെ ഈ ഇവന്റിനെ കുറിച്ചോ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു മിനി സ്ക്രീനിലുള്ള കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ഞാൻ വന്നത്. ശരിക്കും മിനി സ്ക്രീനിലുള്ളതല്ല കേട്ടോ, ബിഗ് സ്ക്രീനിലുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ സരി ചേച്ചി, സുരാജേട്ടനൊക്കെ. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോ അങ്ങനെ ഒരുപതി ബിഗ് സ്ക്രീനിലെ ആർട്ടിസ്റ്റുകള്, മിനി സ്ക്രീനിലെ കലാകാരന്മാര്, പിന്നെ എന്താ പറയാ, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സ്. നമ്മുടെ വൈഷ്ണവാണ് ഇപ്പൊ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ശരിക്കും ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർ യു ഇവന്റ്സിന്റെ സുരാജേട്ടൻ നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ് ഷോ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നത് വരെ, ഞാൻ സ്റ്റേജിൽ കയറാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്കിങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ അവർ അനൗൺസ് ചെയ്യുമല്ലോ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫോർ യു ഇവന്റ്സിന്റെ സുരാജേട്ടന്റെ എന്താ പറയാ ബാൻഡ് ഷോ ആണെന്നുള്ളത്. അപ്പൊ അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ നെയിം, നടക്കുന്ന ഇവന്റും അതാണ്. അപ്പൊ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞു, ഇനിയുള്ള 2 പെർഫോമൻസ് സരി ചേച്ചിയുടെ ആണ്. അപ്പൊ നമ്മുടെ എന്താ പറയാ ക്രൂ മെമ്പേഴ്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ, ഞാനില്ല 2 പെർഫോമൻസിന്. പിന്നെ ചിലപ്പോൾ നമുക്കൊരു ഫൈനൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഞാൻ പോകെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഈ 3 അവാർഡല്ല, ഈ 4ാമത്തെ ഓസ്കാർ അവാർഡ് ചേട്ടൻ കിട്ടിയിട്ടുണ്ടോ? അത് നിങ്ങൾ അറിഞ്ഞോ സംഭവം? ഓസ്കാർ അവാർഡ് ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. കാരണം തമിഴകത്തിന്റെ സ്റ്റൈൽ മന്നൻ, ഇന്ത്യയുടെ അഭിമാന താരം രജനീകാന്തിനൊപ്പം ഇപ്പൊ ഒരു കിടിലം വേഷം ചെയ്തിരിക്കുകയാണ് സുരജേട്ടൻ. അത് ഓസ്കാർ അവാർഡാണ് ചേട്ടാ. ജയിലർ 2 എന്നുള്ള സിനിമയുടെ ഇപ്പൊ അതിന് കിടിലം വേഷം ചെയ്തത്, അത് ചേട്ടൻ സംബന്ധിച്ച് ഓസ്കാർ അവാർഡാണ്. ഓസ്കാറാണ്. ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു വേഷം ചെയ്തു. ഇന്നത്തെ സിനിമ റിലീസാകുമ്പോൾ നിങ്ങൾ പോയി കാണുക. ഇപ്പം മലയാളത്തിൽ റിലീസായ 2 സിനിമകളാണ്. ഒന്ന് പടക്കളം, 2 നരിവേട്ട. തീർച്ചയായിട്ടും ഈ അവധി ദിവസങ്ങളിലൊക്കെ പോയി കാണുക. എനിക്കൊരു ചെറിയ പേടിയുണ്ട് കേട്ടോ. ഇപ്പൊ വിക്രത്തിന്റെ ഒപ്പം സിനിമയ്ക്ക് അഭിനയിച്ച് ഇപ്പൊ രജനി സാറിന്റെ ഒപ്പമായി. ഇനി തമിഴ് അങ്ങ് വടക്കേന്ത്യയിലേക്ക് പോവോ? അത് ഇവിടെ ഉണ്ടാവുമോ? ഇവിടെ ഇതാണല്ലോ നമ്മുടെ ജീവനും എല്ലാം. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന കലാകാരൻ വേദിയിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മിമിക്രി അനുകരണത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ സമ്മാനിക്കാറുണ്ട്. ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് അഭിപ്രായം ചാനലുകൾ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇതിനെപ്പറ്റി ഈ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. നിലമ്പൂർ ഇലക്ഷനിൽ ആര് വിജയിക്കും സാറേ? ആരാ ജയിക്കാൻ സാധ്യത? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ ഐതിഹാസികമായ സാറേ, ആരാ ജയിക്കും? 10,000 കേട്ടു. ആര് ജയിക്കും? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ
അങ്ങനെ ഞാൻ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞു. സരയു ചേച്ചിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് പെർഫോമൻസ്, അടുത്ത പെർഫോമൻസ് ഞാനും ഇവരും കൂടിയിട്ടുള്ള ഒരു ബോളിവുഡ് AR മാഷപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി എനിക്ക് പെർഫോമൻസിൻ്റെ സ്റ്റേജിൽ അടുത്തതിന് കയറണം. അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഗ്രാമൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഇപ്പം ഞാൻ റൂമിൽ വന്നേക്കാണ്. നല്ല ടയേർഡായിട്ടുണ്ട്. സാധാരണ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊച്ചിയിലോട്ട് പോവാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്ഥലം കൊച്ചിയിലാണ്. നേരെ അങ്ങോട്ട് പോവാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് നാളെ ഇവിടെ വളാഞ്ചേരിയിൽ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് സ്റ്റേ എടുത്ത് നാളെ മോർണിംഗ് തന്നെ പോകാമെന്നുള്ള പ്ലാൻ. പിന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 12:30 ഇപ്പോൾ നമ്മുടെ ഷോ കഴിയാനും നല്ല ടൈം എടുത്തിരുന്നു. ഷോ ഒക്കെ നന്നായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു, നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തൊട്ട് പറഞ്ഞത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ പറഞ്ഞപ്പോൾ തൊട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഒത്തിരി പല വെറൈറ്റി ആയിട്ടുള്ള അവരുടെ കുറേ പെർഫോമൻസുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. സാധാരണ എനിക്കിന്നധികം പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് ഡാൻസൊന്നും അങ്ങനെ എപ്പോഴും കാണാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. പക്ഷേ ഇന്ന് ആകെ 2 പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഒട്ടുമിക്കവരുടെ പ്രോഗ്രാംസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാൻ സമയം ഞാൻ പറഞ്ഞ പോലെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, നല്ല ടയേർഡാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ പ്ലീസ് ടു watch and support my channel. So bye, good night all.